ചേച്ചി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനൊരു റിലേഷനിലാവുകയാണെങ്കിൽ, ഒരു പാർട്ട്ണർ ഉണ്ടാവുകയാണെങ്കിൽ എനിക്കിങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളത്. എന്താണ് അനുശ്രീനെ സംബന്ധിച്ചിടത്തോളം ലവ് എന്ന് പറയുന്നത്? ഇല്ല, ഇത് തന്നെ. ചോദിക്കാനായിട്ടുള്ള ആളാവണം, കേൾക്കാനുള്ള ആളാവണം, പറയാനുള്ള ആളാവണം. അല്ലാണ്ട് ഈ പറയുന്ന അങ്ങനെ പാർട്ട്ണർ അല്ല അങ്ങനത്തെ ഒരു റിലേഷനിൽ ഭയങ്കര ഇപ്പോഴത്തെ പിള്ളേരുടെ പോലെ അങ്ങനെ ഭയങ്കര ഫോർവേഡ് ചിന്താഗതി, എനിക്ക് എൻ്റെ വഴി, താങ്കൾക്ക് താങ്കളുടെ വഴി, ഫോർവേഡ് ചിന്താഗതിയെ ഞാൻ കുറ്റം പറയുന്നതല്ല. നമ്മൾ ഒരുപാട് റിലേഷനിൽ കാണാറുണ്ട്. സ്വാതന്ത്ര്യം കൊടുക്കണം കേട്ടോ, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, നമ്മൾ കാണുമ്പോൾ കാണുന്നു, മിണ്ടുമ്പോൾ മിണ്ടുന്നു. ആ ഒരു അതിനോട് എനിക്ക് അത്ര അങ്ങോട്ടൊരു, ഇനി അറിഞ്ഞൂടെ, കാലം കൂടുമ്പോൾ ഞാൻ വീണ്ടും അങ്ങനെ ആവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പാർട്ട്ണർ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പോവുകയാണെങ്കിൽ ഈ പറയണ പോലെ ചോദിക്കാനായിട്ട് ആളുണ്ടാവണം എപ്പോഴും. എവിടെയാണ് പോണേ, അല്ലെങ്കിൽ എന്താ പോണേ. ഞാൻ ഏതൊക്കെയോ ഇൻ്റർവ്യൂവിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഞാൻ പോസിറ്റീവായിട്ടും ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുമോ, എന്തിനാ പോകുന്നെങ്കിൽ പറയണേ, ചോദിക്കണ്ടെങ്കിൽ ചോദിക്കണേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയും, അപ്പോൾ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഇപ്പോഴും പറഞ്ഞിട്ടാണ് ഞാൻ പോണത്. അവർ പത്തനാപുരത്താണെങ്കിലും ഞാൻ കൊച്ചിയിലാണെങ്കിലും ഞാൻ പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണേ, തിരിച്ചു വരുമ്പോഴും ഞാൻ വന്നോട്ടോ എന്ന് പറയുന്ന രീതി ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലേക്ക് അവരുടെ പോലെ തന്നെ ഞാൻ കൊണ്ടുവരുന്ന ഒരാളായിരിക്കും എൻ്റെ പാർട്ട്ണർ. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് കാണിക്കുന്നത് ഞാൻ അവരോടും ചെയ്യണമല്ലോ. അതാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടമാണത്.